കേട്ടോ. നിങ്ങൾ ചോദിച്ചൊരു സാധനം ഞാൻ ക്ലാരിഫൈ ചെയ്തു തരാം. ഇതാണ് സ്ത്രീകൾ ഇടുന്ന ബ്ര. ഇത് പ്രത്യേകിച്ച് ഒരു പാഡും കൂടി ഉണ്ട് നിപ്പിള് കാണാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇതാണ് നിങ്ങൾ ഉദ്ദേശിച്ച നിപ്പിള്, ഇതാണ് ബ്ര. ഞെട്ടിയില്ലേ? ഇതൊരു പുതിയ ഇൻഫർമേഷൻ അല്ലേ? ആക്ച്വലി ഞാൻ ഞെട്ടിയത്. ഹലോ ഗൈസ്, വെൽക്കം, വണക്കം. ഐഡിയ സ്റ്റാർ സിംഗർ അവർ പേര് കേൾക്കാത്തവരായിട്ട് മലയാളികളാരും ഉണ്ടാവും തോന്നുന്നില്ല. കാരണം നമ്മൾ അത്രയും അധികം ഇഷ്ടപ്പെടുന്നുണ്ട് മ്യൂസിക്കിന്, അല്ലേ? മ്യൂസിക്കിന് നമ്മുടെ ജീവശ്വാസമായിട്ട് കാണുന്ന ആൾക്കാർ തന്നെയാണ്. തീർച്ചയായിട്ടും ഞാനും അതിൽപ്പെടുന്ന ഒരാളാണ്. അപ്പോൾ ഐഡിയ സ്റ്റാർ സിംഗർ സീസൺ 7 ഏതാണ്ട് 10-11 വർഷത്തിന് മുമ്പ് അതിൻ്റെ അകത്തൊരു വിന്നർ ഉണ്ടായിരുന്നു. മാളവിക അനിൽകുമാർ എന്നാണ് പുള്ളിക്കാരത്തിൻ്റെ പേര്. ഓക്കെ, അപ്പം അത്യാവശ്യം അവരുടെ ഒരു വീഡിയോ, സാധാരണ എന്താണ്, പല സോങ്സും നൊട്ടേഷൻസ് അഥവാ നമുക്ക് ആ പാട്ടിൻ്റെ സ്വരങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു തരുന്ന ഒരു വീഡിയോസാണ്, അവരുടെ പാറ്റേൺ വീഡിയോസാണ് അത് തരുന്നത്. വളരെ ഉപകാരപ്പെടുന്ന കാര്യമാണ്, പാടുന്നവർക്കൊക്കെ സംഗീത വിദ്യാർത്ഥികൾക്കൊക്കെ വളരെ ഉപകാരപ്പെടുന്ന കാര്യം. സോ അതിന് വിപരീതമായൊരു വീഡിയോ അവരിട്ടു. ഞാൻ ചിരിച്ചത് ശരിക്കും പറഞ്ഞാൽ ഇതിനപ്പുറത്തേക്കൊരു മറുപടി കൊടുക്കാനില്ല. എന്താണെന്നല്ലേ, ഞാനത് പ്രത്യേകിച്ചും പറയുന്നില്ല. വിഷയം ബ്രായുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് വരും. അതെന്താണെന്നുള്ള കാര്യം സ്ത്രീകൾക്ക് വളരെയധികം പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. നിങ്ങളിത് കാണുന്ന ആൾക്കാർ ഈ മറുപടി എങ്ങനെയുണ്ടെന്ന് നോക്ക്. എനിക്ക് സത്യം പറഞ്ഞാൽ ഒരു കയ്യടി കൊടുക്കുകയാണ് ആ തുടക്കത്തിൽ തന്നെ. അത് കാണാം. എന്താ സംഭവം? കമൻറ്റ് നമുക്ക് ഇതിൻ്റെ ടൈറ്റിലിങ്ങിനാണ്: മാറിടങ്ങളും മാറാല പിടിച്ച മനസ്സുകളും സൂക്ഷ്മദർശിനികളായ ആങ്ങളമാരുടെ കഥ. സംസ്കാരം എന്ന് പറഞ്ഞാൽ നെഞ്ചിൻ്റെ ഈ ഭാഗത്തായിട്ട് വരും. ഈ ആങ്ങളമാർക്ക് അറിയാം. ഓക്കെ, കരുതല ആങ്ങളമാരുടെ കഥയാണ്. അതുപോലെ തന്നെ എന്തെങ്കിലും ചെറിയൊരു സ്ഥലം കണ്ടു കഴിഞ്ഞാൽ അവിടെ തന്നെ ഈ ഞരമ്പന്മാരെന്ന് പറയുന്ന ടീംസിനെ കുറിച്ചാണ്. എന്താണെന്നുള്ള കാര്യം വൃത്തിക്ക് വെടുപ്പിന് കൊടുത്തിട്ടുണ്ട്. അധികം നമ്മളൊന്നും പറയേണ്ടി വരത്തില്ല, കേട്ടോളൂ. ഇതൊരു സ്പെഷ്യൽ റീലാണ്. നിനക്കൊരു ബ്രാ ഇട്ട് നടന്നൂടെ? ഇത് റീച്ച് കൂട്ടാൻ വേണ്ടിയാണോ എന്നൊക്കെ ചോദിക്കുന്ന ചക്ക പഴുത്തു, ആൻറ്റി അലർജി ഫോർ ബ്രാ, ന്യൂ ഇയർ അല്ലേ ഒരു ബ്രാ ഇനി കൊള്ളാമെന്നൊക്കെ പറഞ്ഞിട്ട് ഉള്ള കമൻസിനുള്ള റിയാക്ഷനാണ് കേട്ടോ. പുള്ളിക്കാരത്തേക്ക് സീരീസിൽ അത്രത്തോളം അവരെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നത് കൊണ്ടായിരിക്കണം അവർ ഇങ്ങനെ പ്രതികരിച്ചിട്ടുണ്ടാവും. കാരണം അല്ലാതെ ഇങ്ങനെ ഒരു പ്രതികരണം അവരുടെ സൈഡിൽ നിന്ന് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. അപ്പം അത് വൃത്തിക്കും വെടുപ്പിനും വളരെ നന്നായിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കമൻസ് ഇട്ട് എല്ലാ അഭ്യുദയകാംക്ഷികൾക്കും വേണ്ടി ഞാനിത് സമർപ്പിക്കുകയാണ് കേട്ടോ. നിങ്ങൾ ചോദിച്ചൊരു സാധനം ഞാൻ ക്ലാരിഫൈ ചെയ്തു തരാം. ഇതാണ് സ്ത്രീകൾ ഇടുന്ന ബ്ര. ഇത് പ്രത്യേകിച്ച് ഒരു പാഡും കൂടി ഉണ്ട് നിപ്പിള് കാണാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇതാണ് നിങ്ങൾ ഉദ്ദേശിച്ച നിപ്പിള്, ഇതാണ് ബ്ര. ഞെട്ടിയില്ലേ? ഇതൊരു പുതിയ ഇൻഫർമേഷൻ അല്ലേ? ആക്ച്വലി ഞാൻ ഞെട്ടിയത് വേറെ കൊണ്ടല്ല. ഞാൻ ഞെട്ടിയത് ഈ കമൻ്റ് ഇട്ടവന്മാർ ഇത് കാണുമ്പോഴാണ് പറഞ്ഞ അവസ്ഥ ആലോചിച്ചിട്ടാണ്. ഇനി അവന്മാർ ഇത് കണ്ടിട്ട് അവന്മാർക്ക് മറ്റെന്തെങ്കിലും തരത്തിലുള്ള സംഭവങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് വേറൊരു ഗണത്തിലേക്ക് പെടുത്തേണ്ടി വരും. ഒരാൾ എന്താ പറയുക, ഇപ്പം സ്വാഭാവികമായിട്ടും ഞാൻ എൻ്റെ വീട്ടിൽ നിൽക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ നമ്മൾ ഇരുന്ന ഡ്രസ്സിൻ്റെ അകത്ത് സ്വാഭാവികമായിട്ടും നമ്മൾ ഉടുപ്പൊക്കെ ഊരിയിട്ടൊക്കെ നിൽക്കും. ആണുങ്ങൾക്ക് വളരെയധികം അങ്ങനെ പറ്റുമല്ലോ, വീട്ടിലൊക്കെ ഉടുപ്പൊക്കെ ഉടുപ്പ് ഊരിയിട്ടൊക്കെ നിൽക്കാം. കാരണം ജോലി ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും പുറത്ത് ജോലി, ഗാർഡൻ വർക്കോ മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് വേർക്കും. അപ്പം നമുക്കത് ഭയങ്കര അസ്വസ്ഥത ഉണ്ടാക്കുന്ന കാര്യമാണ്. ആണുങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ നമ്മൾ ഉടുപ്പിടാതെ നടക്കും, നമ്മൾ വളരെ ഫ്രീ ആയിട്ട് നടക്കാൻ ശ്രമിക്കും. എന്നാൽ ഈ സ്ത്രീകളുടെ അവസ്ഥ ആലോചിച്ച് നോക്കണം. അവർക്ക് ഈ മാരളം അതുള്ളത് കൊണ്ട് തന്നെ അതിങ്ങനെ കാരണം പ്രസവിച്ചതാണെങ്കിലും അല്ലായെങ്കിലും അവർക്ക് അവരുടെ ആ സോഫ്റ്റ് മസിൽസാണ് അവിടെ ഉള്ളത്. അപ്പം നമ്മളെപ്പോലെ ഹാർഡ് മസിൽസ് ഒന്നും അല്ല, നമ്മളെ സ്ട്രോങ് അല്ലല്ലോ, അവരുടെ ആ ഒരു ബോഡിയുടെ ടൈപ്പ് അങ്ങനെയാണ്. അപ്പോൾ അങ്ങനെ അല്ലാത്തതുകൊണ്ട് തന്നെ അവർക്ക് ആ ഒരു സംഭവത്തിന് അവിടെ എന്താണ് ഒരു ബ്രായോ മറ്റുള്ള കാര്യങ്ങളൊക്കെ ഇടേണ്ടി വരും. അപ്പോൾ അതിപ്പോൾ എടുത്ത് കാണിച്ചിട്ട് അത് നിപ്പിളും അവർ പറഞ്ഞു കാണിച്ച് തന്നിട്ടുണ്ട്. ആ ഒരു കാര്യത്തിൻ്റെ അകത്ത് പോയി കമൻ്റ് ഇട്ട്. അപ്പോൾ ഇവർ പാട്ട് കേൾക്കാനാണോ ഇവരുടെ മറ്റ് ശരീരഭാഗങ്ങൾ കാണാനാണോ വന്നിരിക്കുന്നവർ? അവർ പഠിപ്പിക്കുന്നത് മ്യൂസിക് ക്ലാസ്സാണ്, മ്യൂസിക്കിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ പിന്നെ അതിനപ്പുറത്തേക്ക് മാറി എന്തൊരു ചിന്താഗതിയെ. എനിക്കറിയാം ഇത് നിങ്ങൾക്ക് അറിയില്ല എന്നുള്ളത്. കാരണം എന്താണെന്നറിയോ? ഇതൊക്കെ അറിയുമായിരുന്നെങ്കിലും നിങ്ങൾക്ക് കുറച്ച് ബുദ്ധി ഉണ്ടാവില്ലേ? അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ജോലിയൊക്കെ ഉണ്ടാവും. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് ഇത് ശ്രദ്ധിക്കാനുള്ള സമയം ഉണ്ടാവില്ല. ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. സ്ത്രീകൾക്ക് അല്ലെങ്കിൽ പുരുഷന്മാർക്ക് രണ്ടുപേർക്കും ഉള്ളതാണ് ഈ നിപ്പിൾ. നമ്മൾ ഈ ബ്രാ ഇടുന്നത് നിപ്പിൾ കവർ ചെയ്യാൻ വേണ്ടിയല്ല, ഞങ്ങളുടെ മസിൽസിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി. പ്രത്യേകിച്ച് 2 പ്രസവിച്ച് കുട്ടികൾക്ക് പാല് കൊടുത്തൊക്കെ വരുന്ന സ്ത്രീകൾക്ക്, എന്നെപ്പോലുള്ള സ്ത്രീകൾക്ക് നെഞ്ചു തൂങ്ങും. അതിനു വേണ്ടി നോട്ട് ദ പോയിന്റ്. 2 പ്രസവിച്ച് പാല് കൊടുക്കുന്ന സ്ത്രീക്ക്, ഇപ്പം 2 പ്രസവിച്ചു പാല് കൊടുത്തിട്ടില്ലെങ്കിലും ചില സ്ത്രീകൾക്ക് സ്ഥലങ്ങൾ അത് സ്വാഭാവികമായിട്ടും അതിങ്ങനെ തൂങ്ങുന്ന അവസ്ഥയിലേക്കൊക്കെ വരാം. സോ അതൊക്കെ വളരെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളാണ്. ഒരാളുടെ വ്യക്തി അധിഷ്ഠിതമായിട്ടുള്ള കാര്യമാണ്.
അത് എങ്ങനെ ഇരിക്കണം, അത് എങ്ങനെ കൊണ്ട് നടക്കണം, അത് എങ്ങനെയൊക്കെയാണ് അതൊക്കെ നമ്മളെ ഒരു ഒഫൻഡറായിട്ട് മാറുന്നത് എപ്പോഴാണ്. ഇതൊക്കെ നമ്മൾ പബ്ലിക്കായിട്ട് എക്സ്പോസ് മീൻസ് വാട്ട്, എല്ലാം ഈ നമ്മളെ നിയമം അംഗീകരിക്കുന്നതിനപ്പുറത്തേക്ക് തരത്തിലേക്ക് ആൾക്കാരുടെ മുമ്പിലേക്ക് അങ്ങനെ കാണിച്ചുകൊണ്ട് നടന്നു കഴിഞ്ഞാൽ അതിന് നിയമപരമായിട്ടുള്ള കേസുകൾ വരും. ഇതല്ലാതെ ഒരാൾ മ്യൂസിക് പഠിപ്പിക്കുന്നിടത്ത് അവർ ചിന്തിക്കുക പോലും ചെയ്യാത്ത സ്ഥലത്തേക്ക് നോക്കിയിട്ട് അതിനകത്ത് അത് കാണുന്നല്ലോ ഇത് കാണുന്നല്ലോ എന്നൊക്കെ പറയുന്ന ആ ഒരു മെൻറ്റാലിറ്റി എന്തൊരു കഷ്ടമല്ലേ. മാത്രമാണ് ഞാൻ പ്രാടുന്നത്. അല്ലാണ്ട് നിങ്ങളെപ്പോലുള്ള ആഭാസന്മാരും ഇപ്പോൾ കാണുമോ ക്ലീവേജ് കാണുമോ എന്നൊക്കെ നോക്കി നടക്കാൻ എനിക്ക് പറ്റുമോ? എനിക്ക് ഒരുപാട് പണിയുള്ളതല്ലേ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ആകെ സഹതാപം നിങ്ങളുടെ വീട്ടിലിരിക്കുന്ന സ്ത്രീകളോടാണ്. നിങ്ങളുടെ അമ്മമാര്, പെങ്ങന്മാര്, ഭാര്യമാര്, കുട്ടികൾ, അവരൊക്കെ എന്തോ ഒരു സഫർ ചെയ്യുന്നുണ്ടാകും. അവരുടെ ഈ നിപ്പിളോ ക്ലീവേജോ കാണുമ്പോഴേക്കും നിങ്ങളുടെ ടോക്സിസിറ്റി അങ്ങ് പുറത്തോട്ട് വരില്ലേ? എന്തൊരു മറുപടി എന്ന് ആലോചിച്ച് നോക്കണം. വളരെ കാം ആൻഡ് ക്വയറ്റായിട്ട് ഇത്രയും ഡീസൻ്റായിട്ട് അണ്ണാക്കിലടിച്ച് കൊടുക്കുന്ന ഒരു അണ്ണാക്കിലിട്ട് മറ്റേ മാലപ്പടക്കമല്ല ഗർഭം കലക്കിയിട്ട് പൊട്ടിച്ചതിന് തുല്യമായിട്ടുള്ള വാക്കുകളാണ്. അവരത് വളരെ മാന്യമായിട്ട് സഭ്യമായ ഭാഷ. കാരണം അവരുടെ രീതി, അവരുടെ ശൈലി, അവർ നിൽക്കുന്ന മേഖല അത് മ്യൂസിക്കാണ്. അപ്പോൾ ആ ഒരു മേഖലയിൽ നിൽക്കുന്ന ഒരാളായത് കൊണ്ടാവണം അവർ ഇത്രയും മാന്യമായിട്ട്. വേറെ ആരെങ്കിലും ഒക്കെ ആയിരുന്നെങ്കിൽ സീരിയസ്ലി ഇതൊന്നും ആയിരിക്കത്തില്ല അവരുടെ വരുന്ന റിപ്ലൈ. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. നിങ്ങളുടെ നിപ്പിൾ കാണുമ്പോൾ എനിക്കും അങ്ങനെയൊക്കെ തോന്നൂല്ലേ? അപ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്യണം. ഈ റിപ്പബ്ലിക് ഡേയിൽ നമുക്കൊരു മാതൃകയാവാം. ഈ നിപ്പിൾ കവർ ചെയ്യാൻ പറ്റിയൊരു സാധനമാണ് നിപ്പിൾ കവേഴ്സ്. അതിങ്ങനെ ഒട്ടിച്ച് വെക്കണം. പക്ഷെ ചിലർക്ക് സ്കിന്നിന് അലർജി വരും, ചിലർക്ക് സ്കിന്ന് പൊട്ടും. നിങ്ങൾ ഇല്ല ചൊറിഞ്ഞ് പൊട്ടുന്നില്ല എന്നുണ്ട് ഷർട്ട് ഊരിയിട്ട് 2 നിപ്പിൾ കവേഴ്സ് ഇവിടെ ഒട്ടിച്ച് വെക്കണം. ഒട്ടിച്ച് വെച്ചതിന് ശേഷം ഫോട്ടോ എടുത്ത് വീഡിയോ എടുത്ത് എല്ലാവരോടും പറയണം, സഹോദരിമാരെ ഞങ്ങളുടെ നിപ്പിൾ കാണുമ്പോൾ നിങ്ങൾക്ക് വികാരം വരാൻ സാധ്യതയുണ്ട്. കാരണം നിങ്ങളുടെ നിപ്പിൾ കാണുമ്പോൾ ഞങ്ങൾക്ക് വല്ലാത്ത വികാരം വരുന്നുണ്ടല്ലോ. അത് മാറ്റാൻ ഇന്ന് മുതൽ ഞങ്ങൾ നിപ്പിൾ കവേഴ്സ് ഇട്ടതിന് ശേഷം മാത്രമേ ഷർട്ട് ഇടുകയുള്ളൂ എന്ന് ദൃഢപ്രതിജ്ഞ എടുക്കുന്നു. അത് മാത്രമല്ല മുട്ടിന് താഴെ ഇറങ്ങിയ കുർത്തയും അതിന് താഴെ ലൂസായിട്ടുള്ള മുണ്ടും മാത്രമേ ഞങ്ങൾ ഇടുള്ളൂ. കാരണം നിങ്ങളുടെ മറ്റേ കാണുമ്പോൾ ഞാൻ ഇതിനാടെ ഈ ആണുങ്ങളെ കൂടെ പറയിപ്പിക്കുന്നത്. നീയൊക്കെ കാരണം ഈ ബാക്കിയുള്ള ആൾക്കാർക്കും കൂടെ ഒരു ഇത് കിട്ടും. മനസ്സിലാവുന്നുണ്ടോ? ഇത് ജനറൽ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് ചില സ്ഥലങ്ങളിൽ ഇപ്പം ഓക്കെ അത് വേണ്ട, അത് നമുക്കിത് കേൾക്കാം. നിങ്ങൾക്കൊരു വികാരം വരുമല്ലേ ഏത്. അപ്പോൾ അങ്ങനെ നിങ്ങൾ ഈ റിപ്പബ്ലിക് ഡേയിൽ ഒരു മാതൃകയാവണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ ചേട്ടന്മാരെ എനിക്ക് നിങ്ങളോടൊരു പ്രത്യേക നന്ദിയും കൂടെ പറയാനുണ്ട്. അത് വേറൊന്നുമല്ല, എനിക്ക് ഇത്ര നല്ലൊരു ബിസിനസ് ഐഡിയ തന്നതിനാണ്. ഞാൻ കഷ്ടപ്പെട്ട് പാട്ടുകളൊക്കെ നൊട്ടേറ്റ് ചെയ്ത് വീഡിയോസ് ഇട്ട് അതിനൊക്കെ റീച്ച് കിട്ടി. എന്ത് കഷ്ടപ്പെട്ട പണിയാണെന്നറിയോ ഇതൊക്കെ. ഇനി അതിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ. ഇങ്ങനെ ഇറക്കി ഒരു വീഡിയോ എടുത്താൽ പോരെ. ഞാൻ എന്ത് നൊട്ടേറ്റ് ചെയ്താലും ഇനി ഇപ്പോൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങളത് റീച്ച് കൂട്ടില്ലേ, വൈറലാക്കില്ലേ, എനിക്ക് ഫെയിം കിട്ടും, പൈസ കിട്ടും, എന്തൊക്കെ കിട്ടും. പുള്ളിക്കാരത്തി ശരിക്കും പറഞ്ഞാൽ അവരെ അത് അഫക്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതായത് അവരുടെ ആ ഒരു സംസാരത്തിൽ അവരുടെ ഒരു മിതത്വത്തിൽ അവരുടെ സംസ്കാരം അനുവദിക്കാത്തതുകൊണ്ടാണ് അവർ മാന്യമായ ഭാഷയിലൂടെ സംസാരിക്കുന്നുള്ളത്. സത്യമായിട്ട് ആക്ച്വലി അവരുടെ ഈ നൊട്ടേഷൻസ് അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞുതരാം. അതായത് ഇപ്പം നമ്മൾ ഓരോ പാട്ടുകൾ നമ്മൾ കേൾക്കുന്ന ഓരോ പാട്ടുകളും ആ പാട്ടുകളുടെ അകത്ത് സാരി ഗമ പദനിസ എന്നൊക്കെ പറയില്ലേ, ഒരു 7 സ്വരങ്ങൾ. ആ സ്വരങ്ങളുടെ സ്വരസ്ഥാനങ്ങൾ അവിടെ ആയിട്ട് കിടപ്പുണ്ട്. ആ ഒരു സാധനങ്ങൾ ഒരു പാട്ടിനെ എങ്ങനെയാണോ ആ പാട്ടുകളെ ആ സ്വരങ്ങൾ പാട്ടുകളുടെ അകത്ത് ഉള്ളിൽ അടങ്ങിയിരിക്കുന്ന സ്ട്രക്ചറൽ ആ ഒരു ഫൗണ്ടേഷൻ ആയിട്ടുള്ള ആ ഒരു സ്വരങ്ങളെ എടുത്ത് പറഞ്ഞു തരിക. അത് ഭയങ്കര ഡിഫിക്കൽട്ടാണ്. അത്രയും സംഗീതജ്ഞാനം, അഗാധ പാണ്ഡിത്യം ആ മ്യൂസിക്കിലുള്ളവർക്കല്ലാതെ ഇത് പറ്റത്തില്ല. വെറുതെ നമ്മൾ കേട്ടു പോകുന്ന പാട്ടുകളുടെ ഉള്ളിൽ ആ മ്യൂസിക് ഡയറക്ടേഴ്സും മറ്റുള്ള ആൾക്കാർക്കൊക്കെ അതിനകത്ത് ഉള്ളിൽ അടങ്ങിയിരിക്കുന്നത് കോമ്പോസിഷൻ എന്ന് പറയുന്നത് സ്വരങ്ങളിലൂടെ തന്നെയാണ് അത് പോകുന്നത്. അതിൻ്റെ രാഗമുണ്ടാവും, അതിൻ്റെ താളങ്ങളും മറ്റുള്ള പല കാര്യങ്ങളും. അതൊക്കെ അത് പുറത്തുനിന്ന് കേൾക്കുന്ന ശ്രോതാവായിട്ടുള്ള ആളിൽ അത് മനസ്സിലാക്കാൻ കൂടുതലായിട്ട് ഇതുപോലെ പറഞ്ഞു തരാൻ കഴിവുള്ളവരെന്ന് വെച്ചാൽ ഗുരുസ്ഥാനീയരായിട്ട് മാറുന്ന അത്രയും ജ്ഞാനം, മ്യൂസിക്കിൽ അത്രത്തോളം ഡീപ്പായിട്ടുള്ള ജ്ഞാനമുള്ളവർക്കല്ലാതെ പറ്റത്തില്ല. അങ്ങനെയുള്ളൊരു കലാകാരിയാണ്, ഒരു ആർട്ടിസ്റ്റാണ്, ഒരു ഗായികയാണ്. അത് മാത്രമല്ല ഐഡിയ സ്റ്റാർ സിംഗർ സീസൺ 7 10-11 വർഷത്തിന് മുമ്പ് അതിൻ്റെ വിന്നറും കൂടെ ആയിട്ട്, ടൈറ്റിൽ വിന്നറും കൂടെ ആയിട്ടുള്ള ഒരു പുള്ളിക്കാരത്തിയാണ്. അവർ ഇപ്പോൾ വന്നിരുന്ന് ഈ പാട്ടുകൾ നിരന്തരമായിട്ട് പാടുന്ന ഈ നൊട്ടേറ്റ് ചെയ്യുന്ന ഈ ഒരു കാര്യങ്ങൾ ഒരുപാട് പേർക്ക് ഉപകാരപ്പെടുന്നുണ്ട്, ഒരുപാട് പേരെ പഠിപ്പിക്കുന്നുണ്ട്. അവർ ഇടയ്ക്കൊക്കെ അവരുടെ ഇൻ്റർവ്യൂസൊക്കെ വരുന്ന സമയത്ത് കാണാറ്. കാരണം നമ്മളെപ്പോൾ ആൾക്കാർക്ക് ഇവിടെ ഇൻ്റർവ്യൂസ് കാണുന്ന സമയത്ത് ഒത്തിരി അത് ഇൻഫോർമേറ്റീവാണ്, ഹൈലി ഇൻഫോർമേറ്റീവാണ്. കാരണം അവരുടെ ഈ ഇടയ്ക്കാണ് ജോൺസൺ മാഷിൻ്റെ പാട്ടുകളെക്കുറിച്ച് പുള്ളിക്കാരത്തി പറഞ്ഞ ഒരു ഇൻ്റർവ്യൂവിൻ്റെ അകത്ത് ഞാൻ കേട്ടൊരു കാര്യമാണ്. പുള്ളിക്കാരൻ്റെ പാട്ടുകളുടെ അകത്തെല്ലാം ഒരു കയറ്റം, അതിൽ നിന്ന് ഇറക്കം, ഇതൊക്കെ പറഞ്ഞു തരുമ്പോഴല്ലോ നമ്മളെപ്പോലുള്ള ആൾക്കാർക്ക് സംഗീത കുതുകികൾക്ക് ഇതൊരു അനുഭവം, ഭയങ്കര ഒരു പറഞ്ഞറിയിക്കാൻ വേണ്ടിയിട്ട് പറ്റാത്തൊരു ഇൻഫർമേഷനാണ് കിട്ടുന്നത്. അങ്ങനെയുള്ള ഒരാളെയൊക്കെ പോയിട്ട് ഇങ്ങനെയൊക്കെ വർത്തമാനം പറയും. എല്ലാം ഈ കാമക്കണ്ണുകൊണ്ട് മാത്രമേ കാണാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഈ
കുഞ്ഞിരാമന്മാരുടെ അടുത്ത് എന്ത് പറയണം? നല്ല മറുപടിയാണ് കിട്ടിയിരിക്കുന്നത്. എന്തായാലും ഒരു കാര്യം ചെയ്യും, ഇനി മുതൽ വീഡിയോസ് എടുക്കുമ്പോൾ എന്ത് തന്നെ നൊട്ടേറ്റ് ചെയ്യണമെങ്കിലും ഞാൻ അതാ ഇങ്ങനെ നിന്ന് എടുക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇതിനെ റീച്ച് കൂട്ടി വൈറലാക്കുമല്ലോ. എന്തായാലും ചേട്ടന്മാരെ വളരെ സന്തോഷമുണ്ട്. ഇങ്ങനെ തന്നെ നിങ്ങൾ മുന്നോട്ട് പോകണം. ഈ വർഷം മാറരുത്. നിപ്പിള് കണ്ടാൽ, പൊക്കിള് കണ്ടാൽ, ക്ലീവേജ് കണ്ടാൽ ആ സ്ത്രീകളെ നമുക്ക് വായി തോന്നിയത് മുഴുവൻ പറയണം. അത് നമ്മുടെ അവകാശമാണ്. ആൻഡ് നിങ്ങളുടെ നിപ്പിളും മറ്റേ സാധനമൊക്കെ അങ്ങ് കട്ടും ചെയ്ത് കളയണം. കാരണം അങ്ങനെ നമുക്ക് മാതൃകയാവാൻ പറ്റുള്ളൂ. പിന്നെ ആരും അത് കാണുമില്ലല്ലോ. അപ്പം എല്ലാവർക്കും നന്ദി. ശുഭദിനം. നിപ്പിളും മറ്റേ സാധനമൊക്കെ കട്ട് ചെയ്ത് കളയണമെന്ന് എന്ത് പാടായി കേൾപ്പിക്കുന്നത്? എന്തിനാ കേൾപ്പിക്കുന്നത്? എന്ത് വേണ്ടിയിട്ടാണ് കേൾപ്പിക്കുന്നത്? ഓരോ സ്ത്രീകൾ ഇപ്പം ഞാൻ പറയാം, ഇപ്പം നമ്മുടെ ഒരാളുടെ സ്വാതന്ത്ര്യത്തിൻ്റെ പരിധി നിശ്ചയിക്കുന്നത് നിങ്ങളോ ഞാനോ അല്ല. നമ്മുടെ സ്വാതന്ത്ര്യത്തിലേക്ക് കടന്നു കയറുമ്പോൾ വേണമെങ്കിൽ നമുക്കതിനെക്കുറിച്ച് പറയാം. അതിനാണ് ഇവിടെ നിയമ സംവിധാനം ഉള്ളത്, അല്ലേ? അങ്ങനെയുള്ള രാജ്യത്ത് ജീവിക്കുന്ന നമ്മൾ മറ്റൊരാളുടെ അവർക്ക് ഇപ്പം നമ്മളിടുന്നത് ഇവരുടെ ഡ്രസ്സിങ് മോശമാണെന്ന് പറയും, അവർ അത് കാണിക്കുന്നത് പറയും, ഇതെല്ലാം ആസ്വദിക്കുകയും ചെയ്യും. ഇപ്പോൾ ഏറ്റവും കൂടുതൽ കാണുന്ന മറ്റ് തരത്തിലുള്ള പടങ്ങൾ എല്ലാം കിട്ടുന്ന സൈറ്റുകൾ കാണുന്ന ആൾക്കാരൊക്കെയാണ് ഇവിടെ വന്നിരുന്നിട്ട് ഈ പറയുന്ന സ്ത്രീകളെ മൊത്തം ഈ ഒരു സംഭവം അതാ പറയുന്നത്. നമ്മുടെ നാട്ടിനകത്തൊരു ഇതിനൊരു സിസ്റ്റമാറ്റിക്കായിട്ട് എഡ്യൂക്കേഷൻ്റെ ഒരു പർപ്പസ് ഇങ്ങനെയൊക്കെയുള്ള ഞരമ്പുകൾ പറയും. പക്ഷേ ഈ കാലഘട്ടത്തിൽ ഒരുപാട് മാറ്റം വരുന്നുണ്ട്. ഇനി അവിടെ ന്യൂ ഇയർ റെസൊല്യൂഷൻ എന്ന സാധനത്തിൻ്റെ അകത്ത് എനിക്ക് തോന്നുന്നു ഈ ഒരു വീഡിയോയ്ക്ക് ആയിരിക്കണം ആ ഒരു കമൻറ്റ് വന്നെന്ന് തോന്നുന്നു. അതിനാണെന്ന് തോന്നുന്നു അവർ റിയാക്ട് ചെയ്തേക്കുന്നത്. നമുക്ക് ഇതും കൂടി ഹലോ 2026 ആയിട്ട് കുറെ റെസൊല്യൂഷൻസ് ഒക്കെയാണ് എനിക്കുള്ളത്. ഇതിനകത്ത് പോയിന്റ് ഔട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ അവരുടെ ലൈഫ് അവരുടെ കുറച്ച് കാര്യങ്ങൾ ഇത് പറയാതെ പറഞ്ഞു പോകുന്നുണ്ട്. അത് ചിലപ്പോൾ നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതുകൊണ്ടാണ് ഞാൻ ഇതും കൂടെ പ്ലേ ചെയ്യുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എൻ്റെ ഹാപ്പിനെസ്സിന് വേണ്ടി കുറച്ചെങ്ങനെ സമയം കണ്ടെത്തുക എന്നുള്ളത് തന്നെയാണ്. ഇതൊരു വലിയൊരു പോയിന്റ് ആട്ടോ. നമ്മുടെ ഹാപ്പിനെസ്സിനും കൂടെ നമ്മൾ സമയം കണ്ടെത്തണം. അഥവാ നമ്മുടെ ഹാപ്പിനെസ്സിന് സമയം കണ്ടെത്തിയതിന് ശേഷം മാത്രമായിരിക്കണം നമ്മൾ മറ്റുള്ളവർക്ക് ഹാപ്പിനെസ് ഉണ്ടാക്കാൻ വേണ്ടി നടക്കാൻ പാടുള്ളത്. മനസ്സിലാവുന്നുണ്ടോ? പൊതുവിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഭയങ്കര ആത്മാർത്ഥത കൂടിയ ഇനമാണെങ്കിൽ മറ്റുള്ളവരുടെ ഹാപ്പിനെസ്സിന് വേണ്ടിയിട്ട് ഏതറ്റം വരെയൊക്കെ പോവും. ഓക്കെ, അവസാനം മൂഞ്ചി തിരിഞ്ഞ് നമ്മൾ ആ വാക്ക് ഉപയോഗിച്ചുകൊണ്ട് ക്ഷമിക്കണം. എങ്കിലും നമ്മൾ അവസാനം നമ്മൾ കബളിപ്പിക്കപ്പെടും, അല്ലെങ്കിൽ നമ്മൾ വഞ്ചിതരാവും, വേദനിക്കേണ്ടി വരും. അതിനെക്കാട്ടിലും നമ്മൾ കുറച്ച് ജീവിതത്തിനിടയ്ക്ക് നമ്മുടെ ലൈഫിനെയും കൂടെ ഇമ്പോർട്ടൻസ് കൊടുക്കുക. നമ്മൾ ആ കണ്ണാടി നോക്കുന്ന എന്നോടും ഒരു ആത്മാർത്ഥത കാണിക്കാൻ, എൻ്റെ താല്പര്യങ്ങൾ, എൻ്റെ ഇഷ്ടങ്ങൾ, അതുപോലെ നിങ്ങളുടെ താല്പര്യങ്ങൾ, നിങ്ങളുടെ ഇഷ്ടങ്ങൾ, അതിന് വേണ്ടിയിട്ട് കൂടെ കുറച്ച് സമയം മാറ്റി വയ്ക്കുക. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് വളരെയധികം ഫിസിക്കലിയും ഇമോഷണലിയും ഒക്കെ ഡൗൺ ആയി പോയിട്ടുണ്ടെങ്കിലും അതിൽ നിന്നെല്ലാം ഓവർകം ചെയ്ത് ഈ വർഷം ഓക്കെ, അതൊരു വലിയ ഞാൻ ഈ ഒരു പോയിന്റ് മാത്രം മതി. കാരണം കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി അവരുടെ ഫിസിക്കലിയും ഇമോഷണലിയും ഭയങ്കരമായിട്ട് ഡൗൺ ആയിരുന്നു എന്നുള്ളതാണ്. അപ്പം അങ്ങനെ ഒരു കണ്ടീഷനിൽ കൂടെ പൊക്കോണ്ടിരുന്നൊരു ലേഡിയെയാണ് വന്നിരുന്നിട്ട് അവരുടെ ശരീരത്തിൻ്റെ എവിടെയോ സ്ഥലങ്ങളിലേക്കൊക്കെ നോക്കിയിട്ട് അത് കാണുന്നല്ലോ ഇത് കാണുന്നല്ലോ എന്ന് പറഞ്ഞ് അപമാനിക്കാനും വേദനിപ്പിക്കാനും ശ്രമിച്ചിട്ടുള്ളത്. അതിനവർ കൊടുത്ത മറുപടി അങ്ങേയറ്റം മയത്തിൽ, മാന്യതയിൽ, അവരുടെ ഒരു നിലവാരത്തിലാണ് കൊടുത്തത്. മറ്റൊരു അത് അർഹിക്കുന്നില്ല എങ്കിൽ പോലും. സോ ഇപ്പോൾ മനസ്സിലാവുന്നുണ്ടല്ലോ അവരുടെ ഒരു പശ്ചാത്തലം, അവരുടെ ഒരു മാനസിക പശ്ചാത്തലം കൂടെ മനസ്സിലാക്കണം. കാരണം ഇമോഷണലി ചിലപ്പോൾ ആൾക്കാർ ബ്രേക്ക് ഡൗൺ ആയിരിക്കുന്ന സമയത്തും മറ്റുള്ളവർക്ക് ചിലപ്പോൾ അറിയത്തില്ല. ഇവർ ഇമോഷണലി ബ്രേക്ക് ഡൗൺ ആയിരിക്കുന്ന സമയത്തും അവിടെ പോയി ചൊറിയുക, കളിയാക്കുക, അവരെ കുറ്റപ്പെടുത്തുക, പലരും ബോഡി ഷെയിം ചെയ്യുക, അങ്ങനെ പല കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടല്ലോ നമ്മുടെ സമൂഹത്തിൽ. അൾട്ടിമേറ്റ് ഹാപ്പിനെസ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് എൻ്റെ മോട്ടോ. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് എനിക്ക് കിട്ടിയിട്ടുള്ളൊരു മിഥ്യാധാരണയാണ് മറ്റുള്ളവരുടെ സന്തോഷത്തിന് വേണ്ടി, സമൂഹത്തിന് വേണ്ടി, അല്ലെങ്കിൽ ബന്ധുക്കൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ സന്തോഷം കുറച്ച് സാക്രിഫൈസ് ചെയ്താലും കുഴപ്പമില്ല, ഓവറോൾ എല്ലാവരുടെയും സന്തോഷത്തിന് വേണ്ടിയിട്ട് അങ്ങനെയല്ലേ എല്ലാവരും ജീവിക്കുന്ന എന്നുള്ളത്. അത് ഞാൻ കംപ്ലീറ്റ് പൊളിച്ചെഴുതുകയാണ്. കാരണം അവസാന നഷ്ടം എനിക്ക് മാത്രമായിരിക്കും എന്നുള്ള തിരിച്ചറിവാണ്. ഞാൻ ഫിനാൻഷ്യലി, ഇമോഷണലി, ഫിസിക്കലി ഒക്കെ ഡൗൺ ആയിരുന്ന സമയത്ത് ഈ സോ കോൾഡ് സമൂഹമോ ബന്ധുക്കളോ ഒന്നും കൂടെ ഉണ്ടായിട്ടില്ല. മതി, ഇതിൽ കൂടുതലൊന്നും നമുക്ക് എടുക്കേണ്ട കാര്യമില്ല. എനിക്ക് മനസ്സിലായല്ലോ. അതായത് അവരുടെ മെൻ്റൽ പീസ് കണ്ടെത്താൻ വേണ്ടിയിട്ട് മറ്റുള്ളവരുടെ പുറകെ നടന്ന് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടെല്ലാം ഹെൽപ്പ് ചെയ്യാനും ഒക്കെ നടന്ന് അതിനകത്ത് നമുക്ക് മൊത്തത്തിൽ കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നത് ഒരു സ്ട്രഗിൾഡ് ആയിട്ടുള്ള ഒരാളുടെ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുള്ള ഒരാളുടെ ഒരു പെയിൻഫുൾ ആയിട്ടുള്ള ഡേയ്സ് കടന്നു പോയ ആ സംഭവത്തിൽ നിന്നും എണീക്കുന്ന ഒരാളെയാണ് കാണുന്നത്. അവർ ചിലപ്പോൾ പാട്ട് പാടുന്നു, പാട്ട് പഠിപ്പിക്കുന്നു, ഒരുപാട് മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്ന വളരെയധികം വീഡിയോസ് ഇടുന്നെങ്കിലും അവരുടെ ഉള്ളിൽ അവർക്ക് ചിലപ്പം ഭയങ്കരമായിട്ടുള്ള ഇമോഷണലി ബ്രേക്ക് ഡൗൺസ് ഒക്കെ ഒരുപാട് കാര്യങ്ങളുണ്ടാവാം, നമുക്കറിയില്ല. അങ്ങനെയൊക്കെയുള്ള ആൾക്കാർ, സമൂഹത്തിൻ്റെ മുമ്പിൽ ഇങ്ങനെയൊക്കെയുള്ള ഉപകാരമുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാർ, അല്ലെങ്കിൽ മറ്റുള്ളവരായിക്കോട്ടെ, അവരൊരിഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാരെ പോയിട്ട് അവരെ ഈ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അപ്പം തന്നെ ഈ
മറ്റേ അങ്ങനെയൊക്കെ ആവാൻ സാധ്യത ഉണ്ടെന്നുള്ള ആൾക്കാരുണ്ടല്ലോ, സത്യം പറഞ്ഞാൽ അവർ നേരത്തെ പറഞ്ഞായിട്ടാണ് നിങ്ങളുടെ വീട്ടിലുള്ള ആൾക്കാർക്ക് എങ്ങനെയായിരിക്കും നിങ്ങളുടെ മുമ്പിൽ ജീവിക്കാൻ പറ്റുക. ഒന്ന് കുനിഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് ചരിഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് നിവർന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞ സ്ഥലങ്ങളിലേക്കാണ് നിങ്ങളുടെ ചിന്ത പോവുകയാണെങ്കിൽ അപ്പോൾ പിന്നെ നിങ്ങൾ എന്താണ്? എന്തായാലും പുള്ളിക്കാരത്തിയുടെ മറുപടി അതിനെക്കുറിച്ച് നിങ്ങൾ തന്നെ കമൻറ്റിൽ പങ്കുവയ്ക്കുക. പുള്ളിക്കാരത്തിയുടെ ഫോളോവേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. കാരണം ഞാൻ അവരുടെ വീഡിയോസ് സ്ഥിരം അല്ല എങ്കിലും പരമാവധി കിട്ടുന്ന സമയങ്ങളിലൊക്കെ കാണുമ്പോൾ റാൻഡമായിട്ടൊക്കെ ചില സമയത്തൊക്കെ വരാറുണ്ട്, ഞാൻ കാണാറുണ്ട്. സോ ഗൈസ്, ഇതുപോലുള്ള സാഹചര്യങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്ക് വന്നാൽ ഇതുപോലുള്ള കമൻറ്റ്സ് നിങ്ങളുടെ കമൻറ്റ് ബോക്സിൽ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾ എന്തായിരിക്കും, എങ്ങനെയായിരിക്കും റിയാക്ഷൻ? ഇതുപോലെ തന്നെ ആയിരിക്കും താഴെ കമൻറ്റ് ബോക്സിൽ ഇവിടുത്തെ അടുത്തൊരു വീഡിയോ. ബൈ.